ഈശോയുടെ 3 കൂട്ടുകാരാണ് മാർത്ത, മറിയം, ലാസർ. ലാസറിൻ്റെ മരണശേഷം യേശു കരയുന്ന ആ ഒരു സന്ദർഭത്തിൽ അത് കണ്ട യഹൂദർ പറയുകയാണ്, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. മറിയമാണെങ്കിൽ ഈശോ വീട്ടിൽ വരുമ്പോൾ അവൻ്റെ കാൽപാദത്തിലിരുന്ന് അവനെ പരിചരിക്കുന്നുണ്ട്. ഇന്ന് മാർത്തായുടെ തിരുനാളാണ്, ഹോസ്പിറ്റാലിറ്റിയുടെ മധ്യസ്ഥ എന്നാണ് പറയുന്നത്. ലാസറിൻ്റെ മരണശേഷം യേശു അവരുടെ വീട്ടിലേക്ക് വരുന്നുവെന്നറിയുന്ന നിമിഷം മാർത്ത അവനെ സ്വീകരിക്കാനായിട്ട് ആ ഗ്രാമത്തിൻ്റെ പുറത്തേക്ക് ഓടുകയാണ്. ഈശോയെ കാണുമ്പോൾ മാർത്ത പറയും, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. ഇതിൻ്റെ മറുപടിയായിട്ട് ഈശോ പറയുന്നത്, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. എന്തൊക്കെ വിഷമങ്ങളാണ് നമ്മളെ അലട്ടുന്നതെങ്കിലും ആ ദൈവിക സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ അതെല്ലാം സന്തോഷമാക്കി മാറ്റാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. ഈശോയുടെ കൂട്ടുകാരാവുക എന്നതാണ് മാർത്തയുടെ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിലെ മോശപ്പെട്ട അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈശോയെ പോലെ ഒപ്പം കരയുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കുറേ കൂടി സന്തോഷമുള്ളതായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.